നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. രാജ്യത്തെ 20-ലധികം തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ് മോദി സർക്കാർ. അതുണ്ടാക്കിയ പാർലമെന്റ് കാലം നമുക്ക് ഓർമ്മയുണ്ട്. പ്രതിഷേധിച്ചവരെയൊക്കെ പുറത്തു നിർത്തിക്കൊണ്ടാണ് അത് പാസ്സാക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഇതൊരു നിയമമായി വരാൻ പോകുന്നു. വലിയ തോതിൽ ഒരു വിഭാഗം ആളുകൾ കൈയടിക്കുന്നു, മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ വലിയ വിഭാഗം അതിലെ ആശങ്കകൾ പറഞ്ഞ് രംഗത്ത് വരികയാണ്. ലേബർ കോഡ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോൾ തൊഴിലാളിയുടെ അടിസ്ഥാന അവകാശങ്ങൾ പലതും നിഷേധിക്കപ്പെടുകയാണെന്നും, തൊഴിൽ സുരക്ഷ ഇല്ലാതാവുകയാണെന്നും, ദീർഘകാല തൊഴിൽ എന്ന മോഹമില്ലാതാവുകയാണെന്നും, തൊഴിൽ വിരമിച്ചതിന് ശേഷമുള്ള അവകാശങ്ങൾ പലതും ഹനിക്കപ്പെടുകയാണ് എന്നുമുള്ള വലിയ ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ പേരെ ആനുകൂല്യങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക വഴി തൊഴിൽ സുരക്ഷയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ വാദം. എന്തായാലും രാജ്യത്തെ ട്രേഡ് യൂണിയനുകളിൽ മിക്കവാറും എല്ലാം തന്നെ ഈ തൊഴിൽ കോഡിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. എല്ലാവരെയും കേൾക്കാതെ, തൊഴിലാളി വികാരം മനസ്സിലാക്കാതെ, ട്രേഡ് യൂണിയനുകളുമായി ജനാധിപത്യ രൂപത്തിലുള്ള ചർച്ചകൾ നടത്താതെ ഏകപക്ഷീയമായി ഉണ്ടാക്കിയ ഈ തൊഴിൽ കോഡ് കോർപ്പറേറ്റുകൾക്കുള്ള സേവയാണ് എന്നാണ് ആക്ഷേപം. അങ്ങനെ ഒന്ന് നടപ്പിലാക്കുമ്പോൾ തൊഴിലാളികളുടെ താല്പര്യം എന്താണ് എന്നത് സർക്കാർ പരിഗണിച്ചിട്ടില്ലേ? അതോ കർഷകർക്ക് ഇത് നല്ലത് എന്ന പേരിൽ കർഷക ബില്ലുകൾ 3 കൊണ്ടുവന്നതുപോലെ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി കൊണ്ടുവരികയാണോ? അതിനോടുള്ള പ്രതിഷേധമാണോ ഇപ്പോൾ കാണുന്നത്? കേരളത്തിൽ ഈ തൊഴിൽ കോഡിനോട് എതിർപ്പുള്ള പാർട്ടിയും മുന്നണിയുമാണ് ഭരിക്കുന്നത്. പക്ഷേ അവരുടെ സർക്കാർ സംവിധാനം ഈ തൊഴിൽ കോഡിന് അനുസൃതമായിട്ടുള്ള കരട് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ഒറ്റയ്ക്ക് ചെയ്തതാണ്, രാഷ്ട്രീയ ഉത്തരവാദിത്വമൊന്നും അതിൽ പറയാനില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. നിരന്തരമായി ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറുകയാണോ? CPIM-നെ പോലെ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന ഏക നാടാണ് കേരളം. അവിടെയും മോദി സർക്കാർ നിയമം ഉണ്ടാക്കും മുമ്പേ കോഡിന് ആവശ്യമായിട്ടുള്ള കരടുണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം. അതിൻ്റെ പേരിൽ സർക്കാർ, രാഷ്ട്രീയ നേതൃത്വം പഴി കേൾക്കുന്നു. PM ശ്രീയിലും കണ്ടത് ഏതാണ്ട് അതുതന്നെയാണ്. പിന്നീട് അത് വിശദീകരിക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പെടാപ്പാടുപെടുന്നതിൻ്റെ ദൃശ്യം. എങ്ങനെയാണ് കേരളം ഈ തൊഴിൽ കോഡിനെ സമീപിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമീപിക്കുന്നത്? ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം എങ്ങനെയാണ് ഈ തൊഴിൽ കോഡിനെ നേരിടേണ്ടത് എന്ന വിഷയം സംസാരിക്കുകയാണ് നമ്മളിവിടെ. ശ്രീ K. സുനിൽകുമാർ CITU-വിൽ നിന്ന്, ശ്രീ KP രാജേന്ദ്രൻ AITUC-യുടെ പ്രതിനിധി, ശ്രീ KK ഇബ്രാഹിംകുട്ടി INTUC-യിൽ നിന്ന്, ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ BMS-ന്റെ ദേശീയ നിർവാഹക സമിതി അംഗം എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം ശ്രീ ഉണ്ണികൃഷ്ണൻ, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി സംഘടനകളും ഇത് തൊഴിലാളി വിരുദ്ധമാണ് എന്ന് മട്ടുപറഞ്ഞ് എതിർക്കുകയാണ്. കർഷക ബില്ല് കൊണ്ടുവന്നപ്പോൾ കർഷകർ എതിർത്തതുപോലെ അപ്പോൾ തൊഴിലാളികളെ ആകെ കേൾക്കാതെയും അവരുടെ വികാരവും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കാതെ അടിച്ചേൽപ്പിക്കുകയാണോ ഈ തൊഴിൽ കോഡ്? അത് ക്ഷമിക്കണം, ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. നമുക്കറിയാം, 1999 2ാം ലേബർ കമ്മീഷൻ വരെ ഉണ്ടായി. അപ്പോൾ ഈ സെക്കൻഡ് ലേബർ കമ്മീഷന് രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നിലനിന്ന ഈ ലേബർ നിയമങ്ങൾ മാറ്റണം. 1926 ട്രേഡ് യൂണിയൻ ആക്ട്, 1947 തൊഴിൽ തർക്ക നിയമം. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ നിയമങ്ങൾ ഒന്നാകെ ഒരു ശാസ്ത്രീയമായി മാറ്റം ഉണ്ടാകണം, കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആകണം, തൊഴിലാളി ഫ്രണ്ട്ലി ആകണം എന്ന നിലയ്ക്കുള്ളൊരു ശുപാർശ 2002 സെക്കൻഡ് ലേബർ കമ്മീഷൻ നൽകിയുണ്ടായി. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു പരിഷ്കാരങ്ങൾ വാസ്തവത്തിൽ മോഡി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും 29 നിയമങ്ങളാണ്. ആ 29 നിയമങ്ങളെ 4 സംഹിതകളായി 4 കോഡുകളാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അതിൽ സുപ്രധാനമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് കോഡ് ഓൺ വേജസ് ആണ്. 1 കോഡ് ഓൺ വേജസ് ആണ്, 2 സോഷ്യൽ സെക്യൂരിറ്റി കോഡാണ്, 3 ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡാണ്, 4 ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കോഡാണ്. അതിൽ വേജ് കോഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് 948 ഈ മിനിമം വേജ് നിയമം അല്ലെങ്കിൽ ആക്ട് കൊണ്ടുവരുന്നത്. അത് 952 മുതൽ നടപ്പായി. 75 വർഷങ്ങൾക്ക് ശേഷം അസംഘടിത മേഖലയിലെ വെറും 7% തൊഴിലാളികൾക്ക് മാത്രമാണ് ഇന്ന് ഈ മിനിമം വേജസ് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഏറ്റവും പുരോഗതി പ്രാപിച്ചിരിക്കുന്ന കേരളത്തിൽ പോലും 85ഓളം മേഖലയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഷെഡ്യൂൾ, നോൺ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുത്തി ഏതാണ്ട് 93% തൊഴിലാളികൾ മിനിമം വേതനം ലഭ്യമല്ലാതെ പുറത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കോഡ് ഓൺ വേജസ് വരുന്നതോടുകൂടി രാജ്യത്തെ 100% തൊഴിലാളികൾക്കും മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യുന്നു എന്നതാണ് ഈ കോഡിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ പോകുന്നു എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അത് ഫ്ലോർ വേജസ് ആണ്. ആ ഫ്ലോർ വേജസിൻ്റെ ഇംഗ്ലീഷ് വ്യാഖ്യാനം കൊണ്ടുവന്നുകൊണ്ട് അത് തറവേതനമാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയല്ല.
ദേശീയ തലത്തിലുള്ള ഒരു മിനിമം വേജ് അഡ്വൈസറി ബോർഡുണ്ട്. ആ ബോർഡ് എന്ന് പറയുന്നത്, ഈ വ്യവസ്ഥ പറയുന്നത് ത്രികക്ഷിയാണ്. മാനേജ്മെൻറ്റും മുതലാളിമാരുടെ മാനേജ്മെൻറ്റിൻ്റെ പങ്കാളിത്തവും ഗവൺമെൻറ്റിൻ്റെയും ട്രേഡ് യൂണിയൻ്റെയും ഈ 3 കക്ഷികൾ ചേരുന്ന ത്രികക്ഷി ബോർഡ് ദേശീയ തലത്തിൽ രൂപീകരിക്കുകയും സംസ്ഥാന തലത്തിൽ സംസ്ഥാന മിനിമം വേജ് അഡ്വൈസറി ബോർഡ് ഇപ്പോൾ ഉള്ളതുപോലെ വരികയും ചെയ്യും. അപ്പോൾ അതിലുള്ളൊരു തീരുമാനമെന്ന് പറയുന്നത് കേന്ദ്ര ബോർഡ് തീരുമാനിക്കുന്ന മിനിമം കൂലിയേക്കാൾ കുറഞ്ഞ കൂലി ഒരു സംസ്ഥാനത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് കേവലം 7% മാത്രമുള്ള തൊഴിലാളികൾക്ക് ലഭ്യമായ ഈ മിനിമം വേജസ് എന്ന് പറയുന്നത് രാജ്യത്ത് മുഴുവൻ തൊഴിലാളിക്കും ബാധകമാകാൻ പോവുകയാണ്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഒരു വ്യാഖ്യാനം വരുന്നത്, അങ്ങനെ ചുരുങ്ങിയ വേതനം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ കൂടിയ വേതനമാണ്, ആ കൂടിയ വേതനം കുറയാൻ പോവുകയാണ്. തെറ്റാണ്. ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വേതനം കുറയ്ക്കാൻ പാടില്ല. മാത്രമല്ല, വർഷത്തിൽ 2 പ്രാവശ്യം നിർബന്ധമായും വേരിയബിൾ DA തൊഴിലാളിക്ക് കൊടുക്കണം. ആ വേരിയബിൾ DA ബേസിക് പേയോടൊപ്പം ചേർക്കണം. മാത്രമല്ല, 5 വർഷം കൂടുമ്പോൾ സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ മിനിമം വേജ് പുതുക്കണം എന്ന തീരുമാനമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നലെ 7% മാത്രമായി ഉണ്ടായിരുന്ന ഒരു വിഭാഗം തൊഴിലാളിക്ക് രാജ്യത്തെ 97% വരുന്ന വിഭാഗത്തിന് പൂർണ്ണമായും അവിടെ 100% തൊഴിലാളിക്ക് മിനിമം വേജ് ലഭ്യമാകാൻ പോകുന്നു എന്നതാണ് വേജസ് കോഡിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊന്ന് നമുക്കറിയാം, പല മേഖലയിലും തൊഴിലാളിക്ക് ശമ്പളം കൂടുതലുണ്ടാവും. പക്ഷേ അവിടെ ബേസിക് പേ എടുത്തു കഴിഞ്ഞാൽ വളരെ നാമമാത്രമായൊരു ബേസിക് പേ ഉള്ളൂ. കാരണം ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാറ്റുവിറ്റി നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റുവിറ്റി മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാതിരിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ ഒരു വലിയ തന്ത്രമാണ്, എല്ലാം അലവൻസുകളാക്കി മാറ്റും. അപ്പോൾ ഈ കോഡ് ഓൺ വേജസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരാളുടെ ശമ്പളം എത്ര ഉണ്ടെങ്കിലും അയാളുടെ മിനിമം അതിൻ്റെ 50% ബേസിക് പേ ആയിരിക്കണം. നിർബന്ധപൂർവ്വം ആ നിയമം കൊണ്ടുവരുമ്പോൾ ഇന്നലെ വരെ അടിസ്ഥാന ശമ്പളത്തിൽ പ്രൊട്ടക്ഷൻ ലഭിക്കാത്ത ഒരു വലിയ വിഭാഗത്തിന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണ്. മറ്റൊന്ന്, ഈ ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. അതായത് എനിക്ക് ഇപ്പോൾ ബോണസ് കിട്ടിയില്ല എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ എനിക്ക് കിട്ടിയില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത തൊഴിലാളിക്കാണ്. ആ ബാധ്യത, ഈ ബർഡൻ ഓഫ് പ്രൂഫ് മാറ്റിയിരിക്കുന്നു. നാളെ മാനേജ്മെൻറ്റ് ഇത് കൊടുത്തു എന്ന് തെളിയിക്കാൻ മാനേജ്മെൻറ്റിലേക്ക് ബാധ്യത ഈ കോഡ് ഓൺ വേജസ് കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊന്നുണ്ട്, പല സ്ഥാപനങ്ങളിലും ഈ സ്വകാര്യ മേഖലയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സ്ഥാപനങ്ങളിൽ ഈ ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല. കോഡ് ഓൺ വേജസ് വരുമ്പോൾ കൃത്യമായി പറയുന്നത് അവിടെ 7-ാം തീയതിയിൽ ശമ്പളം കൊടുത്തിരിക്കണം. അപ്പോൾ നിർബന്ധമായും ശമ്പളം 7-ാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്ന് പറയുന്നൊരു വ്യവസ്ഥ അവിടെ കൊണ്ടുവരുന്നു. ഈ അടിസ്ഥാന ശമ്പളത്തെ മാറ്റിക്കൊണ്ട് അലവൻസുകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ശമ്പളം കണക്കിൽ കാണിക്കുന്നതിന് പകരം അടിസ്ഥാന ശമ്പളത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഈ എല്ലാ തൊഴിലാളിക്കും, രാജ്യത്തെ സർവ്വ തൊഴിലാളികൾക്കും മിനിമം വേജസ് കിട്ടുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണം കൊണ്ടുവരുന്നു. അതുപോലെ നേരത്തെ തന്നെ ഈ ഓവർ ടൈം OTയെ സംബന്ധിച്ച് 50 മണിക്കൂറായിരുന്നു OT. കേരളത്തിൽ അത് വലിയ ഒരു വിഷയം അല്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ ഓവർ ടൈം ചെയ്യുന്നവരാണ് തൊഴിലാളികൾ. അപ്പോൾ ഉണ്ടായിരുന്നൊരു വ്യവസ്ഥ, ആദ്യത്തെ ക്വാർട്ടർ, ഉദാഹരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസങ്ങൾ കമ്പൽസറിയായി തൊഴിലാളി 50 മണിക്കൂർ ഓവർ ടൈം ചെയ്യണം, അല്ലെങ്കിൽ നടപടി എടുക്കുമായിരുന്നു. ഇന്ന വ്യവസ്ഥ മാറ്റി. ഇന്നിപ്പോൾ ഓവർ ടൈമിൻ്റെ സമയം കൂട്ടി, പക്ഷേ കമ്പൽസറി എന്ന് പറയുന്ന ഒരു സംവിധാനം എടുത്തു കളഞ്ഞു. അപ്പോൾ ഈ വേജ് കോഡ് പോലെ തന്നെ വളരെ സുപ്രധാനമായൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി കോഡിലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നമുക്കറിയാം, സ്വിഗ്ഗി, സൊമാറ്റോ, യൂബർ, ഓല അതുപോലുള്ള ഒരു ആപ്പിനെ ബേസ് ചെയ്ത തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലിയാണ്. അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മാറ്റമെന്ന് പറയുന്നത്, ഇത്തരം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ആ കമ്പനികൾ രാജ്യത്ത് അവരുടെ വിറ്റുവരവിൻ്റെ 1 to 2%, അതിൽ ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, 5% ക്യാപ്പാണ്, അവരുടെ വിറ്റുവരവിൻ്റെ 2% രാജ്യത്ത് കെട്ടിവെക്കണം. ആ കെട്ടിവെച്ചാൽ മാത്രമേ അവരുടെ ഇത്തരത്തിലുള്ള ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മുതലാളി ആരാണെന്ന് അറിയാൻ കഴിയാത്ത വ്യവസായങ്ങൾ നടത്താൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ തുകയിൽ നിന്ന് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു UAN നമ്പർ ആ തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ട് 5 പൈസ അവരടയ്ക്കാതെ തന്നെ അവർക്ക് ESI, അവർക്ക് PF, അവർക്ക് ഇൻഷുറൻസ് തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. മറ്റൊന്ന് നമുക്കറിയാം, 10 തൊഴിലാളികളോടത്താണ് ESI ബാധകമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ESIയുടെ കവറേജ് സാർവത്രികമാക്കിയിട്ടുണ്ട്. അസംഘടിത മേഖലയിൽ സാർവത്രികമാക്കി ഒരു തൊഴിലാളി മാത്രമേ ജോലി ചെയ്യുന്നുള്ളെങ്കിൽ പോലും അവിടെ ആ തൊഴിലാളി ESI ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രികളെ സമീപിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലാളിക്ക് ചികിത്സ കൊടുക്കുകയും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പുറത്ത് നടപടി സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ വ്യാപകമായൊരു തെറ്റിദ്ധാരണ പരത്തുന്നത് ഈ വേജ് കോഡ് അല്ലെങ്കിൽ ഈ കോഡിഫിക്കേഷൻ വരുന്നതോടുകൂടി ESIയും PF എന്ന് പറയുന്ന സംവിധാനങ്ങളും മാറ്റപ്പെടുമെന്നാണ്. അങ്ങനെയല്ല.
ഈ ESIC-യിലൂടെ മാത്രമാണ് ആണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സാർവത്രികമാകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 2 കോഡുകളെ സംബന്ധിച്ച് ധാരാളമായ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ കോഡിൽ വരുന്നുണ്ട്. സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെയേറെ ഗുണം വരുന്നതാണ് ഈ 2 ശുപാർശകൾ. പക്ഷേ അതിൽ ചില വിവാദങ്ങൾ വന്നിരിക്കുന്ന IR കോഡിലും അതോടൊപ്പം തന്നെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കോഡിലുമാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ലേബർ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഇന്നൊരു പ്രസ്താവന വന്നു കഴിഞ്ഞു. ഈ അവതരിപ്പിച്ചിരിക്കുന്ന കോഡുകളെല്ലാം തന്നെ അതിൻ്റെ റൂളിങ്ങിന് ഏകദേശം 2 ആഴ്ച എടുക്കും. ആ റൂളിങ് വന്നു കഴിഞ്ഞാൽ അടുത്ത 45 ദിവസക്കാലത്തേക്ക് ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണോ ഇതിനകത്തുള്ള വിഷമതകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ഇതിലെ വിമർശനങ്ങൾ, ഇത് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നല്ല വശങ്ങൾ നിങ്ങൾ പറഞ്ഞു, നല്ല വശങ്ങൾ എന്ന മട്ടിലുള്ള കാര്യങ്ങൾ താങ്കൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. BMS ഒരു തൊഴിലാളി സംഘടന എന്ന നിലയ്ക്ക് ഇതിനകത്ത് തൊഴിലാളികൾക്ക് അത്ര അഭിലഷണീയമല്ലാത്ത ഗുണപരമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് ഉണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ വളരെ ഓപ്പണാണ് ഈ കാര്യത്തിൽ. ഇത് തുടക്കം മുതൽ തന്നെ BMS 2 സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഇത് പ്രചരിപ്പിക്കുന്ന തെറ്റാണ്. BMS ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. BMS ആദ്യം എടുത്ത നിലപാട് വളരെ പരസ്യമായി ഈ 2 കോഡുകളെ ഞങ്ങൾ അങ്ങേയറ്റം പിന്തുണച്ചിട്ടുണ്ട്. കാരണം രാജ്യത്തെ സുപ്രധാനമായ നിയമനിർമ്മാണം ആവശ്യമാണ്. പക്ഷേ അതിൽ ഈ മറ്റ് 2 IR കോഡിലും ഒക്യുപ്പേഷണൽ സേഫ്റ്റി കോഡിലും വന്നിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് എതിർപ്പുള്ള കാര്യം പരസ്യമായി പറഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമരം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള റെസ്ട്രിക്ഷൻ, നേരത്തെ നമുക്കറിയാം ഈ അവശ്യ സർവീസുകൾ 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ഈ നോട്ടീസ് കൊടുത്താൽ മാത്രമേ അത്യാവശ്യ സർവീസുകൾ നമുക്ക് സമരം ചെയ്യാൻ കഴിയുള്ളൂ. ഇന്നിപ്പോൾ അത്യാവശ്യ സർവീസിൻ്റെ ഡെഫിനിഷൻ മാറ്റി. അത് സാർവത്രികമായി പണിമുടക്കിലേക്ക് പോകണമെങ്കിൽ ആ തൊഴിലാളി സംഘടന 14 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. അങ്ങനെ നോട്ടീസ് കൊടുത്താൽ കൺസലേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കെ സമരം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നടപടിക്രമം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ സമരം ഏകപക്ഷീയമായി പോകാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള സമരം ചെയ്യാൻ കഴിയില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. കാരണം തൊഴിലാളികളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ. അപ്പോൾ സമരം ചെയ്യാൻ കഴിയില്ല, പക്ഷെ നിയമപരമായി അതിനൊരു വ്യവസ്ഥയും റെസ്ട്രിക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത്തരം വ്യവസ്ഥകൾ ആരെ സഹായിക്കാനാണ്? 10% തൊഴിലാളികളില്ലെങ്കിൽ യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ 14 ദിവസത്തെ നോട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ സമരം ചെയ്യാൻ കഴിയൂ. മാസീവായിട്ട് ലീവ് എടുത്താൽ അതുപോലും സമരമായി കണക്കാക്കി ശിക്ഷാ നടപടിയിലേക്ക് പോകാൻ കമ്പനിക്ക് കഴിയും. ഇതുപോലെയുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ തൊഴിലാളി വിരുദ്ധമെന്ന് വിചാരിക്കുന്ന, തൊഴിലാളികളുടെ സംഘടന സ്വാതന്ത്ര്യത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈ സംഗതി ഉണ്ടാക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? അല്ല, താല്പര്യം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അതല്ല, ആ ഗവൺമെൻറ് പോളിസികൾ അതിന് പല മാനങ്ങളുണ്ടാകും. ഒരുപക്ഷെ കാലം മാറുന്നതനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ മാറാം. പക്ഷേ ആ പോളിസി മാറുന്ന സമയത്ത് ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ആ ട്രേഡ് യൂണിയൻ്റെ ഉത്തരവാദിത്തമാണ് അത്തരം പോളിസികളിൽ തൊഴിലാളികൾക്ക് ദോഷകരമായി വരുന്നതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത്. ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെയാണ് ഗവൺമെന്റ് അത്രയും പോയിന്റ് ക്ലിയർ ആണ്. ഒന്ന്, ഇതിനകത്ത് വലിയ തോതിലുള്ള ഗുണഫലങ്ങൾ തൊഴിലാളിക്കുണ്ട് എന്ന് BMS മനസ്സിലാക്കുന്നു. എന്നാൽ BMS വിയോജിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. ആ കാര്യങ്ങളിൽ സർക്കാരുമായൊരു ചർച്ചയ്ക്ക് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. ഞാനൊന്ന് മറ്റു പാനലിസ്റ്റുകളൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ശ്രീ KS സുനിൽകുമാർ, ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഇതിനകത്ത് BMS പറയുന്നു ഒരു ഏരിയ നിങ്ങൾ കാണണം, അത് ആകപ്പാടെ തൊഴിലാളിക്ക് ഗുണപരമാകുന്നതാണ്. ഒന്നാമത്തെ, എന്തുകൊണ്ട് ഇത് മാറ്റണമെന്ന് ചോദിച്ചാൽ ഇത് ബ്രിട്ടീഷ് കാലം മുതലുള്ള നിയമങ്ങൾ പലതും പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞുപോയി. അത് ശരിയുമാണല്ലോ. രാജ്യത്തെ പല നിയമങ്ങളും ഈ കൊളോണിയൽ കാലത്തുള്ളതാണ്. അവയെല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതും മാറ്റുമ്പോൾ ഗുണങ്ങളേറെ, എന്നാൽ ചില ആശയക്കുഴപ്പമുള്ള വശങ്ങൾ ചെറുതായി ഉണ്ട്. അവ പരിഹരിക്കേണ്ടതുമാണ് എന്ന പോയിന്റിനോട് യോജിക്കുമോ? പ്രധാനമായും കേന്ദ്ര BJP ഗവൺമെൻറ് രാജ്യത്തെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് ഈ 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളാക്കിയ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിലൂടെ നടപ്പിലാക്കുന്നത്. 2019 പാർലമെൻറ്റ് പാസ്സാക്കുകയും ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിൽ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ പ്രതിഷേധത്തെ മുഖവിലക്കെടുക്കാതെ ഏകപക്ഷീയമായി പാസ്സാക്കിയ നിയമം ഏതാണ്ട് 5 വർഷക്കാലം നടപ്പിലാക്കാൻ BJP തയ്യാറായില്ല. 5 വർഷക്കാലം BJP തയ്യാറാകാത്തത് ഇന്ത്യയിൽ അംഗസംഖ്യ കൊണ്ട് ഏറ്റവും പ്രബലമായ സംഘടനകളിൽ ഒന്നായിട്ടുള്ള BMSൻ്റെ ശക്തിയായ പ്രതിഷേധമാണ്.
ശക്തിയായ പ്രതിഷേധം എന്ന് പറയുമ്പോൾ BMSൻ്റെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള കേരളത്തിലെ തന്നെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് ശ്രീ ഉണ്ണികൃഷ്ണ പോലെയുള്ള ആളുകൾ അതിനോട് എതിർത്ത നിലപാട് സ്വീകരിച്ചു എന്നാണ് അവസാന ഘട്ടം വരെയും ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം പഴയ കാലത്തേതുപോലെ അല്ല, വിദ്യാസമ്പന്നരും നല്ല ബോധവും നിയമവ്യവസ്ഥകളെ സംബന്ധിച്ചും തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ചും നല്ല ധാരണയുള്ളവരുമായ തൊഴിലാളികളെയാണ് ഇവർ നയിക്കുന്നത്. ആ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ശക്തിയായ ചെറുത്തുനിൽപ്പ്, പ്രതിരോധം ഉയർന്നു വന്ന ഘട്ടത്തിൽ തൊഴിലാളികളോടൊപ്പം നിൽക്കാൻ ഒരു ഘട്ടത്തിൽ BMS നിർബന്ധമായി. 2023 ദേശീയ പണിമുടക്ക് ഘട്ടത്തിൽ ഈ നിയമത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് BMSൻ്റെ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും കേന്ദ്ര ഗവൺമെൻറ് കത്ത് നൽകിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ അതിനോട് എതിർത്ത് നിന്ന BMS ഏറ്റവും ഒടുവിൽ BJP അല്ല BMSനെ നിയന്ത്രിക്കുന്നത് RSS ആണ്. RSS അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടി വരുമ്പോൾ ഇത് സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല ധീരമായ നിലപാട് എന്നാണ് കഴിഞ്ഞ ദിവസം BMS നേതൃത്വത്തിൻ്റെ ഇത് സംബന്ധിക്കുന്ന പ്രസ്താവന. 1926 ട്രേഡ് യൂണിയൻ നിയമം വന്നതുകൊണ്ട് അത് കാലഹരണപ്പെട്ടതും അപരിഷ്കൃതമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഈ കാലത്ത് അടിമ സമാനമായി തൊഴിലാളികൾ പണിയെടുത്തിരുന്ന കാലത്ത് തൊഴിലാളികൾക്ക് സംഘടിക്കാനോ സംഘം ചേരാനോ കൂട്ടായി വിലപേശാനോ അവകാശം നിഷേധിച്ചിരുന്നൊരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയിലെ ശിപ്പായിമാർക്ക് തൊഴിലാളികൾക്ക് അനുവദിച്ചു നൽകിയ പരിമിതമായ തൊഴിലവകാശങ്ങളാണ് ട്രേഡ് യൂണിയൻ ആക്ട് 1926. ആ 1926 ട്രേഡ് യൂണിയൻ ആക്ടിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് പേയ്മെൻറ്റ് ഓഫ് വേജ് ആക്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുണ്ടായ 1936 നിയമമാണ്. 1948 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട തൊഴിൽ നിയമമാണ് മിനിമം വേജ് ആക്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965. അതുപോലെ തന്നെ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. ഈ 4 ആക്റ്റുകളും ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ തൊഴിലും കൂലിയും വരുമാനവും ബോണസും നിലനിൽപ്പും അതുപോലെ തന്നെ തുല്യ ജോലിക്ക് തുല്യവേതനമെന്ന അടിസ്ഥാനപരമായ തൊഴിലാളികളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ നിയമങ്ങളെ സമ്പൂർണ്ണമായി അസ്ഥിരപ്പെടുത്തുകയാണ് ഈ പുതിയ ലേബർ കോഡ്. 1886 ചിക്കാഗോ സമരം ലോകത്തെ തൊഴിലാളികൾ നടത്തിയ ചരിത്രപരമായ തൊഴിലവകാശം നേടിയതാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഈ നിയമം 8 മണിക്കൂറിൽ നിന്ന് 12 മുതൽ 16 മണിക്കൂർ വരെയായി തൊഴിലാളിയുടെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കുകയാണ്. 8 നിന്ന് 12 ആകുമ്പോൾ 8, 3, 24 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി 12 മണിക്കൂർ വീതമുള്ള 2 ഷിഫ്റ്റായി മാറുമ്പോൾ സ്വാഭാവികമായും നിലവിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയിൽ 3-1 ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കാൻ വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, സാമാന്യ ബോധം മതി. 3-1 വിഭാഗം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നതാണ് പ്രധാനം. മറ്റൊന്ന് 44ാമത് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ്. ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു അവിദഗ്ധ തൊഴിലാളിയുടെ മിനിമം കൂലി 700 രൂപയാണ്. ആ 700 രൂപ മിനിമം കൂലിയാണ് ഈ പുതിയ കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം ഫ്ലോർ വേജ് എന്നതിൻ്റെ മലയാള പരിവർത്തനമാണ് തറക്കൂലി എന്ന് പറഞ്ഞാൽ നാട്ടിൻ പ്രദേശത്തെ ഒരു സാധാരണ ലാംഗ്വേജിൽ തന്നെ അതിനെ തറക്കൂലി എന്ന് തന്നെ പറയേണ്ടത് 700 നിന്ന് ഒരു അവിദഗ്ധ തൊഴിലാളിയുടെ മിനിമം കൂലി 202 രൂപയായി കുറച്ചു. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദിവസക്കൂലി ലഭിക്കുന്ന ദില്ലിയിലെ ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ രാജസ്ഥാനിലാകട്ടെ അവിടെ തൊഴിലാളിക്ക് ശരാശരി 275 മുതൽ 340 രൂപ വരെ മിനിമം അടിസ്ഥാന കൂലി ഉള്ളപ്പോൾ ഇവർ നിശ്ചയിക്കുന്ന തറക്കൂലി എന്ന് പറയുന്നത് വെറും 202 രൂപയാണ്. 700 രൂപയും 202 രൂപയും തമ്മിലുള്ള അന്തരമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഒരു തൊഴിലാളിക്കും ഇനി സ്ഥിരം ജോലി വേണ്ടതില്ല. ആ സ്ഥിരം ജോലി വേണ്ടതില്ല എന്നതാണ് തൊഴിൽ കരാർവൽക്കരിക്കുക അഥവാ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് എന്നതുകൊണ്ട് ഇവർ പ്രധാനമായി ഉദ്ദേശിക്കുക. എന്താ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്? ഇനി ഒരു സ്ഥാപനത്തിലും സ്ഥിരമായ ജീവനക്കാരെ ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ ഈ പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായ TCS ഈ വർഷം പ്രഖ്യാപിച്ചല്ലോ, പ്രതിവർഷം ഞങ്ങളുടെ ജീവനക്കാരിൽ 2% ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ 2% ആളെന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? ഇന്ത്യയിൽ മാത്രം 14,000 തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയിൽ മാത്രം. ജീവനക്കാരൻ്റെ പ്രൊമോഷൻ സംബന്ധിച്ച് ഒരു ജീവനക്കാരൻ്റെ പ്രൊമോഷനെ സംബന്ധിച്ചും
അവരുടെ ശമ്പള വർധനവ് സംബന്ധിച്ചും തീരുമാനിക്കുന്നത് പ്രധാനമായും സർവീസാണ് മാനദണ്ഡം. ആ സർവീസിൽ അവരുടെ ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ സർവീസ് ചട്ടമനുസരിച്ച് ചില നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ സർക്കാർ സർവീസിൽ LD ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചാൽ നിശ്ചിത കാലം കഴിയുമ്പോൾ PWD കോഡ്, KSR തുടങ്ങിയ സർവീസ് നിയമങ്ങൾ അപ്പോൾ സംബന്ധിച്ചത് ടെസ്റ്റ് പാസ്സായാൽ അയാൾ നേരെ UD ക്ലർക്കാവുകയും UD ക്ലർക്ക് ഹെഡ് ക്ലർക്കാവുകയും ഹെഡ് ക്ലർക്ക് ജൂനിയർ ക്ലർക്ക് സൂപ്രണ്ട് ആവുകയും അവിടെ നിന്ന് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആവുകയും ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിങ്ങനെയുള്ള പ്രൊമോഷൻ ഉണ്ടാവും. ഇവിടെ ആ പ്രൊമോഷന് കമ്പനി മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് നിയോഗിക്കുന്ന ഒരു അപ്രൈസിംഗ് കമ്മിറ്റി അഥവാ ഇവരുടെ ആജ്ഞാനുവർത്തികളായിട്ടുള്ളൊരു കമ്മിറ്റി, ആ കമ്മിറ്റി ഇത് സംബന്ധിച്ചുണ്ടാക്കുന്ന ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഒരു തൊഴിലാളിയുടെ പ്രൊമോഷന്, ശമ്പള വർധനവിന് അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് താങ്കൾ വന്നു ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ നിശ്ചിത സമയത്തേക്ക് മാത്രം ജോലി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ തൊഴിലാളിയുടെ തൊഴിൽ ദീർഘകാല തൊഴിലെന്ന സ്വപ്നത്തെ അത് ബാധിക്കുന്ന കാര്യമാണ്. ഈ തറക്കൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ അടുത്ത താങ്കളിലേക്ക് തന്നെയാണ്. അതേസമയം ഈ തൊഴിൽ സമയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന കുറേ ഇഷ്യൂസ് അതിനകത്ത് വേറെയുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഇരിക്കെ അതിനെക്കുറിച്ച് വേഗത്തിൽ കരടുണ്ടാക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിപ്പോയതിൻ്റെ ഇച്ഛാഭംഗവും നിരാശയും പ്രതിഷേധവും താങ്കൾ പങ്കുവയ്ക്കുന്നുണ്ടോ? ഇല്ല, കേരളം അക്കാര്യത്തിൽ യാതൊരു തരത്തിലും വഴിവിട്ട നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് എനിക്കും ശ്രീ ഉണ്ണികൃഷ്ണ സംഘടനയായിട്ടുള്ള BMSനും ശ്രീ ഇബ്രാഹിം കുട്ടിയുടെ സംഘടനയായിട്ടുള്ള INTUCക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള സീനിയർ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള തൊഴിൽ വകുപ്പ് സെക്രട്ടറി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇതു സംബന്ധിച്ച കരട് നിയമം ഉണ്ടാക്കുകയും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രിയുടെ അടുക്കിലേക്ക് ഇത് സംബന്ധിക്കുന്ന കരട് എത്തിക്കുകയും ചെയ്തു. അന്ന് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് കേരളത്തിലെ അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചു. അതിൽ CITയിൽ നിന്ന് പങ്കെടുത്ത സഖാവ് എളമരം കരീമിനോടൊപ്പം ഞാനും INTUCയിൽ നിന്ന് ശ്രീ R ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ശ്രീ VJ ജോസഫും BMSൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒരു വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്തു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ ഇത് സംബന്ധിച്ച് എഴുതി തയ്യാറാക്കിയ നിയമം കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ അംഗീകരിക്കുന്നില്ല എന്ന ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് സഖാവ് എളമരം കരീമാണ്. സഖാവ് കരീം സാഹിബിൻ്റെ നിലപാടിനോടാണ് INTUCയും AITUCയും BMSും യോജിച്ചതോടെ ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി പറഞ്ഞത് എന്താ, കേരളത്തിലെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമവും കേരളത്തിൽ നടപ്പിലാക്കില്ല. PM ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചതിന്റെ പിറ്റേന്നും ചിന്താ വാരികയിൽ മന്ത്രിയുടെ കുറിപ്പ് വന്നിരുന്നു, PM ശ്രീ എന്ന് പറയുന്നത് അപകടകരമാണെന്ന്. ചിന്താ വാരിക വായിക്കുന്ന നമ്മൾ സർക്കാർ ഒരിക്കലും ഇതിൽ ഒപ്പിടില്ലെന്ന് മനസ്സിലാക്കും. പക്ഷെ തലേന്ന് ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രി പറഞ്ഞതാണ് കാര്യമെന്ന് വിചാരിക്കാൻ PM ശ്രീയുടെ കാര്യത്തിൽ നിവൃത്തിയില്ലല്ലോ. മന്ത്രി തന്നെ അറിഞ്ഞു സംശയം. ഇതിൽ LDF അറിഞ്ഞിട്ടില്ല, യൂണിയൻ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. നിങ്ങളെ അറിയിച്ചിട്ടില്ല എന്നതുകൊണ്ട് സർക്കാർ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങൾക്കത് സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയും. ഞങ്ങൾ CITUവും INTUCയും BMSും AITUCയും ഉൾപ്പെടെയുള്ള സംയുക്ത ട്രേഡ് യൂണിയനെ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൻ്റെ ഒരു മന്ത്രി വിളിച്ചു വരുത്തി ചർച്ച നടത്തി. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി നൽകിയ ഉറപ്പിനെ ഞങ്ങൾ ഉറപ്പ് എന്ന നിലയിൽ കേരളം വിശ്വസിക്കുകയാണ്. അതിനപ്പുറത്തേക്കൊരു നിലപാട് കേരളത്തിലെ CITUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള തൊഴിൽ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ടായാൽ അത്തരം നിലപാടുകൾക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ആദ്യത്തെ പ്രക്ഷോഭ രംഗത്തേക്ക് ഉണ്ടാവുക CITU തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമോ തർക്കമോ ഇല്ല. ഇതുപോലെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ CITUവിന് പിന്മാറാനും കഴിയില്ല. ശരി, ഞാൻ വരാം. INTUCയുടെ പ്രതിനിധി ശ്രീ KK ഇബ്രാഹിം കുട്ടി കൂടി. KK ഇബ്രാഹിം കുട്ടി, ഈ നിയമം ലോകത്ത് ഏത് നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ നിയമം മാറ്റുന്നതിന് സർക്കാർ പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ഈ കൊളോണിയൽ കാലത്തെ സംഗതികളെല്ലാം പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന ന്യായവാദമാണ്. എടുക്കാവുന്ന ഒരു ന്യായമാണല്ലോ. പക്ഷേ അതിനുശേഷം ഈ നിയമം ഉണ്ടാക്കാനുള്ള പാർലമെൻറ്റ് പ്രോസസ്സ്, അതിന് പുറത്തെ പ്രോസസ്സ് തുടങ്ങിയ സംഗതികളെ മുഴുവൻ എടുക്കുകയും അവസാനം ഈ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് കാണുകയും വേണം. നിങ്ങളെങ്ങനെയാണ് എടുക്കുന്നത്? അടിമുടി തൊഴിലാളിയെ ദ്രോഹിക്കുകയും കോർപ്പറേറ്റുകളെ രക്ഷിക്കുകയും ചെയ്യുക, സേവിക്കുകയും ചെയ്യുക എന്ന ഒറ്റ ഉദ്ദേശമേ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ? അതോ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ചില പ്രശ്നങ്ങൾ ഇതിനകത്തുള്ളൂ? എന്താണ് നിങ്ങളുടെ റീഡിംഗ്? എന്താണ്? ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഈ ലേബർ കോഡ് തികച്ചും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളാണ്. ഒരു കാരണവശാലും ഇന്ത്യയിലെ തൊഴിലാളി വർഗം അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇന്ന് നമുക്ക് കണ്ടതാണ്, ഇന്ന്
ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി സംഘടനകളും BMS ഒഴിച്ചുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും രാജ്യവ്യാപകമായി ഈ കോഡിനെതിരായി ശക്തമായ പ്രക്ഷോഭണം നടത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും നമുക്ക് ആർക്കും ഈ കോഡിനെ അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം നിഷാദ്, നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഏതാണ്ട് 10ഓളം തൊഴിൽ നിർമ്മാണങ്ങൾ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് വേണ്ടി നമ്മളൊക്കെ സമരം ചെയ്ത് നേടിയെടുത്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 48ഓളം നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗം സമരം ചെയ്ത് നേടിയെടുത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വരെയുള്ള ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഒട്ടനവധി നിയമങ്ങൾ രാജ്യത്തുണ്ടാക്കി. അതെന്തിനു വേണ്ടിയാണ്? തൊഴിലാളികളുടെ സേവന വേതനം സംരക്ഷിക്കുവാനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും വേണ്ടിയിട്ടാണ്. ഇവിടെ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ തറക്കൂലി എന്തിനു വേണ്ടി ഉണ്ടാക്കി? ഇവിടെ ഈ രാജ്യത്ത് മിനിമം വേതനം 1957 ഉണ്ടാക്കിയതാണ്. തൊഴിലാളികളെ സംരക്ഷിക്കാനാണെങ്കിൽ ഈ 57 ഉണ്ടാക്കിയ ആ നിയമം അതിൻ്റെ മാനദണ്ഡങ്ങളൊന്നും മാറ്റണ്ടേ? 11 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു നിയമം ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് അനുകൂലമായിട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇവർ ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, തൊഴിലാളികൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ മുതലാളിമാർക്ക് അനുകൂലമായി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ 4 ലേബർ കോഡുകൾ നമുക്കറിയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന നിയമങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് 18ഓളം തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധി 15ഓളം തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നു. എന്തിനു പറയുന്നു? മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് 2014 സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട്, വഴിയോടെ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള നിയമം രാജ്യത്ത് കൊണ്ടുവന്നു. ആ നിയമങ്ങളൊക്കെ രാജ്യത്തെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഉണ്ണിതാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, എന്ത് തൊഴിലാളികൾക്ക് നേട്ടത്തിന് വേണ്ടിയാണ് ഈ ലേബർ കോഡ് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഫ്ലോർ വേജ് എന്തിനു വേണ്ടിയാണ്? മിനിമം വേജസ്, ലിവിങ് വേജസ് പറഞ്ഞിട്ട് ഫെയർ വേജസ് പറഞ്ഞിട്ട് മിനിമം വേജസ് പറയുന്നുണ്ട്. ഞാൻ മിനിമം വേജസ് കമ്മിറ്റിയിൽ ഒരുപാട് വർഷം കാലം ഇരുന്ന ആളാണ്. അവിടെ നമ്മുടെ സംസ്ഥാനത്ത് മിനിമം വേജസ് കൃത്യമായിട്ട് തീരുമാനിക്കുകയും കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടത് മോണിറ്റർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. മാറി മാറി വരുന്ന ഗവൺമെൻറ് ആരായാലും തന്നെയും ഈ സംസ്ഥാനത്ത് മിനിമം വേതനം കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത്, ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നത് മിനിമം വേതനം 700 രൂപ ഏറ്റവും കുറഞ്ഞതാക്കണം. മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രഖ്യാപിച്ചതാണ്. ആ മിനിമം വേതനം നമ്മുടെ ഗവൺമെൻറ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനെതിരായി INTC ഉൾപ്പെടെയുള്ള UDFിൻ്റെ സംഘടനകൾ പലപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇന്ന് ഈ ലേബർ കോഡിൽ കൂടി നമ്മുടെ നേതാക്കന്മാർ, പൂർവികരായ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് തൊഴിലാളികൾക്ക് നൽകിയ സംഭാവനയായ തൊഴിൽ നിയമങ്ങൾ എല്ലാം നശിപ്പിച്ചുകൊണ്ട് കുത്തക മുതലാളിമാർക്ക് അനുകൂലമാക്കി ആ നിയമങ്ങൾ മാറ്റുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്ന എന്താ? നേരത്തെ ഇവിടെ സുനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്ഥിര ജോലിയില്ല. ഇപ്പോൾ തന്നെ ഉണ്ണിത്താൻ പറഞ്ഞു ഓവർ ടൈം എന്ന് പറഞ്ഞാൽ സ്ഥിരം ജോലി ഉണ്ടായിട്ട് വേണ്ടി ഓവർ ടൈം, ജോലി കിട്ടിയിട്ട് വേണ്ടി ലീവ് എടുക്കാമെന്ന് പറഞ്ഞ പോലെ ഓവർ ടൈം, ജോലി ഉണ്ടായിട്ട് വേണ്ടി ഓവർ ജോലി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിദേശ രാജ്യങ്ങളിലേക്ക്, വികസിത രാജ്യങ്ങളിൽ നമ്മൾ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് അതിൻ്റെ സൗകര്യം മാനിച്ചുകൊണ്ട് അവിടെ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. പക്ഷേ ജോലി ചെയ്യാൻ ആളുകളില്ല. ജോലി ചെയ്യാൻ ആളുകളില്ലാത്തതുകൊണ്ട് അവർ ഫിക്സഡ് ടൈം ഇതിലേക്ക് അവർ പോയി. അത് കണ്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ ഇവിടെ തൊഴിലാളികൾ ധാരാളമുണ്ട്, പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല, തൊഴിലില്ലാത്ത ഒരു രാജ്യത്ത് ഫിക്സഡ് ടൈം ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥിതി എന്താകും? ഇവിടെ സ്ഥിര ജോലിയേ ഇല്ലാതാകും. സ്ഥിര ജോലി എന്നൊരു സങ്കല്പം നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ഇല്ലാതാകാണ്. അതിനെക്കുറിച്ച് BMSന് അഭിപ്രായമില്ലേ? ഉണ്ണിത്താൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, തറവേല എന്നതിനു വേണ്ടി നിങ്ങളെന്തിനാ കളിയാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. തറവേല കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു? മിനിമം വേജസ് പരിഷ്കരിച്ചാൽ പോരെ? മിനിമം വേജസ് പരിഷ്കരിച്ചാൽ പോരെ? ഇവിടെ കർഷക തൊഴിലാളികൾക്ക് തുല്യമായ വേതനം കൊടുക്കണമെന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി നമ്മൾ ഉറപ്പ് നൽകിയത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അത് കൊടുക്കുന്നുണ്ടോ? അത് കൊടുക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. കേരളത്തിൽ കർഷക തൊഴിലാളികൾ വേതനം 699 രൂപയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊടുക്കുന്നത് എത്ര? 366 രൂപ.
കർഷക തൊഴിലാളികൾക്ക് ഈക്വലായിട്ടുള്ള വേതനം തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കൊടുക്കണ്ടേ? അതല്ലേ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത്? കർഷക തൊഴിലാളികൾക്ക് ഈക്വലായിട്ടുള്ള വേതനം കൊടുക്കുന്ന സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടില്ലേ? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആർക്ക് വേണ്ടിയാണ് ഉന്നയിത്താൻ ഇതൊക്കെ ചെയ്യുന്നത്? ഈ രാജ്യത്തെ കുത്തക മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും തൊഴിലാളികൾക്ക് ഈ ലേബർ കോഡ് കൊണ്ട് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹരിക്കുന്ന ലേബർ കോഡുകളായി ഒരു തൊഴിൽ ദീർഘകാലം നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വലിയ പദവികൾ കിട്ടുക, പ്രൊമോഷൻ കിട്ടുക, നല്ല ശമ്പളം കിട്ടുക, പെൻഷൻ കിട്ടുക. അപ്പോൾ ദീർഘകാല തൊഴിൽ എന്ന് പറയുന്ന ആശയത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് മോദി കൊണ്ടുവന്നിട്ടുള്ള ഈ ബിൽ എന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത് തൊഴിലാളി അവകാശത്തിൻ്റെ ഭാഗമാണ് തൊഴിൽ സംഘാടന അവകാശം, തൊഴിലാളികളുടെ സംഘാടന അവകാശം. അത് മുറിക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അത് മുതലാളിയെ സഹായിക്കലാണ്. സമരം ചെയ്യാനുള്ള അവകാശം ഹനിക്കുക, ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്തുക, ഇവയെല്ലാം മുതലാളിമാരെ സഹായിക്കാനാണ്. മൂന്നാമത്തെ കാര്യം ഈ പറയുന്നത് പോലെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തൊഴിൽ സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് തൊഴിലാളിയെ ചൂഷണം ചെയ്യുക. കോവിഡ് കാലത്ത് പല സ്റ്റേറ്റ്സും ചെയ്തിട്ടുള്ള സംഗതിയാണ്. തൊഴിൽ നിയമങ്ങൾ സസ്പെൻഡ് ചെയ്ത് പരമാവധി വർക്ക് ഫോഴ്സിന് ഉപയോഗപ്പെടുത്തുക, അധിക വേതനം കൊടുക്കാതെ എന്ന പ്രശ്നം. അപ്പോൾ ഈ തൊഴിൽ സ്ഥിരത എന്ന് പറയുന്ന പ്രശ്നം, പിന്നെ ഈ എന്താണ് നിശ്ചിത സമയം തീരുമാനിച്ച് ജോലിക്കെടുത്ത് ഫയർ ചെയ്യാമെന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കോർ എടുത്ത് പരിശോധിച്ചാൽ തൊഴിലാളിയുടെ ദീർഘകാല തൊഴിൽ മോഹത്തെ ഇത് അപായപ്പെടുത്തും എന്നാണ്. അത് നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അതെ അജിംസെ, അതിൽ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമുക്ക് ഒന്നും ഈ കാടടച്ച് വെടിവെക്കാൻ പറ്റില്ല. നമ്മൾ ഈ 4 കോഡുകളും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഇത് ഓരോ കോഡുകളും നമുക്ക് ഓരോ അതിൻ്റെ ആർട്ടിക്കിൾസും സെക്ഷൻസും നമുക്ക് പരിശോധിക്കാം എന്താണ്. അപ്പോൾ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഒരു ട്രേഡ് യൂണിയനുകളുടെ മൈൻഡ് സെറ്റ്, ഇന്ത്യയിലെ മൈൻഡ് സെറ്റ് കുറച്ച് വ്യത്യസ്തമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ 2017 മുതൽ 19 വരെ ഈ ചർച്ച ഓപ്പൺ ആയിരുന്നു. ഏതെങ്കിലും ഒരു കടലാസ് ഈ പറയുന്ന വാദങ്ങൾ ഉന്നയിക്കുന്ന ട്രേഡ് യൂണിയൻസ് ഏത് കാര്യത്തെയാണ് എതിർക്കുന്നത്, എന്താണ് അവരുടെ ആവശ്യമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കത്ത് കൊടുക്കുകയോ ആ സമയത്ത് ചർച്ചയിൽ, കാരണം ഇത് ഓപ്പണായിരുന്നു. പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ചതിന് ശേഷം ഈ ബില്ല് ഓപ്പണാണ്, ആർക്കും അഭിപ്രായം പറയാം. അപ്പോൾ ആ പറയേണ്ട അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം ഇതെല്ലാം തള്ളിക്കളയുക, ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത്, അത് ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഉയർന്നു വരുന്നൊരു ശബ്ദത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ വകതിരിവ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഓരോ കാര്യങ്ങളെയും ശരിയായി കാണാനും തെറ്റിനെ തെറ്റായി കാണാനും കഴിയേണ്ട ഒരു മെക്കാനിസം ഈ ട്രേഡ് യൂണിയനിൽ കാണിച്ചിട്ടില്ല 17 മുതൽ 19 എന്നാണ് എനിക്ക് ആദ്യത്തെ ആക്ഷേപം. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2, വ്യാഖ്യാനം പല രീതിയിൽ വരികയാണ്. ഉദാഹരണത്തിന് നോക്കൂ, 12 മണിയും 16 മണിക്കൂറും ജോലി ചെയ്യിക്കാം. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിൻ്റെ ക്ലോസിലാണ് വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടാൻ പാടില്ല ജോലി സമയം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇത് എനിക്ക് ഇപ്പോൾ ആശംഷനോട് ഇത് വന്നിരുന്ന് TV മുമ്പിൽ പറയുകയല്ല, ഇത് റെക്കോർഡാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യിക്കാൻ കഴിയുന്ന സമയം 8 മണിക്കൂറാണ്. അഥവാ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പറത്തുന്നൊരു പൈലറ്റ്, അയാൾക്ക് പകുതിയാകുമ്പോൾ ഫ്ലൈറ്റ് നിർത്താൻ പറ്റുമോ? ഇപ്പോൾ KSRTC ബസ് ഓടിച്ചു പോകുന്നൊരു ഡ്രൈവർ, അയാൾക്ക് പകുതി സമയത്ത് അയാൾക്ക് ബസ് നിർത്തി പോകാൻ കഴിയുമോ? അപ്പോൾ ചില ടിപ്പിക്കൽ ജോലികളുണ്ട്. ഇപ്പോൾ അജിംസിന് പോകാൻ പറ്റുമോ? ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ നടുക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? അപ്പോൾ ഈ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ചില ഏരിയകളിൽ 12 മണിക്കൂർ വരെ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു കാരണവശാലും ആ 48 മണിക്കൂറിലധികം, കാരണം 6 ദിവസമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, 7ാമത്തെ ദിവസം ഓഫാണ്. അപ്പോൾ ഈ 8 ഒരാഴ്ചയിൽ 48 മണിക്കൂർ എന്ന ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിൽ കൃത്യമായി മെൻഷൻ ചെയ്തു. പക്ഷെ നമ്മളെന്താ പറയുന്നത്? ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യിക്കാം, 14 മണിക്കൂർ ജോലി ചെയ്യിക്കാം. ഒരു ദിവസം പണി മുടക്കിയാൽ 8 ദിവസത്തെ, അതിപ്പോഴുള്ള വ്യവസ്ഥയാണ്, ഇപ്പം നിലവിലുള്ള വ്യവസ്ഥയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾക്ക് പറ്റുന്നത് ഈ പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കാൻ അവർ പഠിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല. അപ്പോൾ ഞാൻ തറവേതനം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കല്ല. യഥാർത്ഥത്തിൽ മിനിമം വേജസ് രാജ്യത്തൊന്നാകെ നടപ്പാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഈ 202 എന്ന് പറയുന്ന ഒരു ചിത്രം ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. അതിന് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ റൂള് ഫ്രെയിം ചെയ്ത് നാഷണൽ മിനിമം വേജ് അഡ്വൈസറി ബോർഡ് രൂപീകരിച്ച് ആ മിനിമം വേജ് അഡ്വൈസറി ബോർഡാണ് ആദ്യത്തെ ശുപാർശ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ പ്രചരിപ്പിക്കുകയാണ്, നമ്മൾ കൺഫ്യൂസ് ചെയ്യണം ആളുകളെ. ഇത് കേൾക്കുന്നവരാ കൺഫ്യൂസ്ഡായി പോകും. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള കൺഫ്യൂഷൻ ഉണ്ട്. മറിച്ച്
ഒരു ജെന്യുവൻ ട്രേഡ് യൂണിയൻ നിലയ്ക്ക് BMS അതിൻ്റെ ഒബ്ജക്റ്റ് ചെയ്യേണ്ട വശങ്ങളെ കൃത്യമായ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ചോദിച്ചില്ല എന്നോട് ഈ ഫിക്സഡ് ടൈം എംപ്ലോയ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥിരം ജോലികളെ ഒഴിവാക്കുന്നുള്ളത്. ദയവ് ഇത് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചും എബ്രാഹിംകുട്ടി എൻ്റെ സുഹൃത്താണ്, മനസ്സിലാക്കേണ്ടത് 1985 ശ്രീ രാജീവ് ഗാന്ധി 2 കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. ഒന്ന്, അദ്ദേഹം അന്ന് ഈ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ, ലേബർ നിയമങ്ങൾ മാറ്റാനുള്ള ശ്രമം ഉണ്ടായി. ആ നിയമത്തിൻ്റെ പേരാണ് റിട്രസൽ ആൻഡ് ഗ്രീവൻസ് ബിൽ എന്നായിരുന്നു ആ ബില്ലിൻ്റെ പേര്. പിന്നീട് അന്നത്തെ ട്രേഡ് യൂണിയനുകളെല്ലാം ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റിട്രസൽ ആൻഡ് ഗ്രീവൻസ് ബിൽ 85 വേണ്ടെന്ന് വെച്ചു. പക്ഷേ 85 ശ്രീമാൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, അത് ഇന്ന് നിലനിൽക്കുക. എന്താ അതിൻ്റെ പേരെന്നറിയുമോ? ബാൻ ഓൺ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ എക്സ് സർവീസ്മാൻമാർക്ക് രാജ്യത്ത് 20% വേക്കൻസികൾ അന്ന് പോസ്റ്റിംഗ് കിട്ടുമായിരുന്നു. ബാങ്കിങ് സെക്ടർ, പോസ്റ്റൽ, റെയിൽവേ, വ്യാപകമായ റിക്രൂട്ട്മെന്റ്. 85 മാർച്ച് 31 ബാൻ ഓൺ റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്നു. അന്ന് തുടങ്ങിയ നിയമന നിരോധനം എന്ന് പറയുമ്പോൾ രാജ്യത്ത് 30 വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. നീണ്ട 3 പതിറ്റാണ്ടായി റിക്രൂട്ട്മെന്റ് ഇല്ല. അവിടെയാണ് ഇപ്പോൾ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ലക്ഷക്കണക്കിനായിട്ടുള്ള ഇപ്പോഴാണ് യുവാക്കൾക്ക് ജോലിയുടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല BMS ആ കാര്യത്തിൽ ഒന്നുകൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഔദ്യോഗികമായി ഇതുവരെയും ബാൻ ഓൺ റിക്രൂട്ട്മെന്റ് പിൻവലിച്ചിട്ടില്ല. അത് ഔദ്യോഗികമായി പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മോദി സർക്കാരിന്റെ കാലത്ത് റിക്രൂട്ട്മെന്റ് വലിയ തോതിൽ നടക്കുകയാണ് എന്നും തൊഴിൽ മേഖല വലിയ തോതിൽ വികസിക്കുകയാണ് എന്നതും എനിക്ക് പുതിയ അറിവാണ് ഈ രാത്രിയിലേത്. റെയിൽവേയിലടക്കം ഒഴിഞ്ഞു കിടക്കുന്ന എത്ര കണക്കാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. പക്ഷേ പുതിയ അറിവാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതല്ല. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, നിശ്ചിത സമയത്തേക്കുള്ള ആളെ നിയമിക്കുക, നിശ്ചിത സമയത്തേക്ക് നിയമിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉന്നം എന്താണ്? അതുപോലെ തന്നെ ഈ പറഞ്ഞ 100 നിന്ന് 300 ലേ ഓഫിന്റെ പരിധി ഉയർത്തിയതിന്റെ ഉന്നം എന്താണ്? ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്ന ഗവൺമെന്റ്? അങ്ങനെ നിശ്ചിത കാലത്തേക്ക് തൊഴിലാളികളെ നിയമിച്ചാൽ, അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, നിയമിച്ചാൽ ആ തൊഴിലാളിക്ക് സ്ഥിരം തൊഴിലാളികളുടെ മുഴുവൻ ആനുകൂല്യം കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ നിയമിച്ചാൽ, അവിടെ ബ്രാക്കറ്റ് ഉണ്ട്, നിയമിച്ചാൽ സ്ഥിരം തൊഴിലാളികളുടെ മുഴുവൻ ആനുകൂല്യം കൊടുക്കണം. 1 വർഷം ചെയ്താൽ ഗ്രാറ്റുവിറ്റി. ഇപ്പൊ സുനിൽകുമാർ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ സുനിൽകുമാർ ഇത് കേൾക്കും, നിങ്ങൾ വിയോജിപ്പിന് വേണ്ടി ന്യായങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ സർക്കാർ പ്രത്യേകമായി 14,000 തൊഴിലാളികളെയാണ് അപ്പോൾ അങ്ങനെ കേന്ദ്ര സർക്കാർ ലേബർ കോഡ് കൊണ്ടുവരുമ്പോൾ സുനിൽകുമാറെ, സർക്കാർ അങ്ങനെ ഈ അസ്ഥിര നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഈ അസ്ഥിര നിയമനങ്ങൾ നടത്തിയാൽ അവർക്ക് സ്ഥിരം തൊഴിലാളിയുടെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു സർക്കാർ എന്നതാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ പോലെ 12 മണിക്കൂർ ജോലി 8 മണിക്കൂറിൽ നിർത്തിപ്പോകാൻ കഴിയാതെ എക്സ്റ്റൻഷൻ ആവശ്യമുള്ള തൊഴിൽ വരും. ആ തൊഴിലിനെ കണക്കൂട്ടിയാണ് 12 മണിക്കൂർ എന്ന വ്യവസ്ഥ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആഴ്ചയിലൊരു കണക്കുണ്ട്, അതിനപ്പുറം ആർക്കും പോകാൻ കഴിയില്ല എന്ന്. അപ്പം നിങ്ങൾ എതിർക്കാൻ ന്യായങ്ങൾ ഉണ്ടാക്കുകയാണോ? അല്ലല്ല, ഇത് നിലവിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നമ്മുടെ 110 kV സബ്സ്റ്റേഷൻ, അല്ലെങ്കിൽ പവർ യൂണിറ്റ്, അല്ലെങ്കിൽ ഉൽപ്പാദനം നടത്തുന്ന കമ്പനിയിൽ, അല്ലെങ്കിൽ ദീർഘദൂരം ഓടുന്ന ട്രെയിനിലെ ഡ്രൈവർമാർ, അല്ലെ പൈലറ്റ്മാർ, ഇവരുടെ എല്ലാം ഡ്യൂട്ടിയെ സംബന്ധിച്ച് 8 മണിക്കൂറിന് അധികം ചെയ്യുന്ന ജോലിക്ക് നമ്മുടെ തൊഴിൽ നിയമത്തിൽ തന്നെ കൃത്യമായൊരു പേരുണ്ട്, സ്പ്രെഡ് ഓവർ ഡ്യൂട്ടി എന്ന് പറയും. അത്തരം ഡ്യൂട്ടികൾക്ക് കൃത്യമായ ലീവ് നൽകുന്നുണ്ട്, അധികമായ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്, അതിനു വേണ്ടുന്ന ക്രമീകരണം. ഇതെല്ലാം എത്രയോ വർഷങ്ങളായി ഇന്ത്യയിലെ തൊഴിൽ നിയമത്തിലുള്ളതും ഇന്ത്യയിലെ തൊഴിലാളികൾ അനുഭവിച്ചു വരുന്നതുമാണ്. RSS കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന കുറിപ്പ് വാങ്ങിയിട്ട് TV ചാനലിൽ ചർച്ചയ്ക്ക് നടത്തുമ്പോൾ നിങ്ങളും ഞാനും എല്ലാം ട്രേഡ് യൂണിയൻ പ്രവർത്തകരല്ലേ, നമ്മളൊക്കെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിവിധങ്ങളായ കമ്മിറ്റികളിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുന്നവരല്ലേ. എന്തിന് രാജ്യത്തിൻ്റെ പട്ടാളത്തിന് പോലും കൂലിപ്പട്ടാളത്തെ നിയമിക്കുന്ന അഗ്നിവീർ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഇവിടുത്തെ സാധാരണ ജോലിക്കാർക്ക് എല്ലാവർക്കും വിവിധങ്ങളായ മേഖലയിൽ തൊഴിൽ സുരക്ഷിതത്വം കൊടുക്കുകയാണ്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് കൊടുക്കുകയാണ്, വീക്കിലി ഓഫ് കൊടുക്കുകയാണ്, ബോണസ് കൊടുക്കുകയാണെന്നെല്ലാം പറഞ്ഞ് പട്ടാളത്തിലെ ആളെ എടുത്ത് 3-ാം പക്കം പിരിച്ചുവിടുന്ന നിയമനം നടത്തി. അത് ആദ്യം പരീക്ഷിച്ചത് ഇന്ത്യയുടെ സൈന്യത്തിലല്ലേ. റെയിൽവേയിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ഒഴിവുകളാണ്, എല്ലാ ജോലികളും ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രം നിയമനം നടത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറുകയല്ലേ. ഒരു ട്രേഡ് യൂണിയൻ പ്രതിനിധിക്ക് എങ്ങനെ തൊഴിലാളിക്കെതിരായിട്ടുള്ള നിയമങ്ങളെ ന്യായീകരിക്കാൻ കഴിയുമെന്നത് ഒരു തരത്തിലും ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. തൊഴിലാളി പണിമുടക്കിയാൽ, നേരത്തെ ഇവിടെ ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ, ഒരു ദിവസം പണിമുടക്കിയാൽ 8 ദിവസത്തെ വേതനം മരവിപ്പിക്കും അല്ലേ. പണിമുടക്ക് സമരത്തിൽ പങ്കെടുക്കുന്നത് ആകെ തൊഴിലാളികൾ 50% താഴെയായാൽ നഷ്ടപരിഹാരം. ഉണ്ണികൃഷ്ണനോ സുനിലോ
ഉണ്ണികൃഷ്ണനോ സുനിലോ ശ്രീ ഇബ്രാഹിം കുട്ടിയോ ഒരാൾ ചെന്ന് ഒരു ട്രേഡ് യൂണിയനിലെ പണിമുടക്ക് സമരം ഉദ്ഘാടനം ചെയ്താൽ അതിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങളെ ചുമത്തുകയും സമരം ഉദ്ഘാടനം ചെയ്യുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ജയിലിലടക്കുകയും ചെയ്യും. ജനാധിപത്യ പ്രകാരം ജനാധിപത്യ നിയമം അനുസരിച്ച് അടിമത്ത കാലത്ത് വില കൊടുത്ത് വാങ്ങുന്ന ഒരു അടിമയെ ഒരു മുതലാളിക്ക് ജോലിയിപ്പിക്കാൻ കഴിയും. പക്ഷേ ജനാധിപത്യ കാലത്ത് ഞാൻ ശ്രീ ഇബ്രാഹിം കുട്ടിയുടെ അല്ലെങ്കിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിലെ ജോലിക്കാരനാണ് എങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂലി വേണ്ട, ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് തീരുമാനിച്ചാൽ എനിക്ക് ജോലി എടുക്കാതിരിക്കാനുള്ള അവകാശം അതെൻ്റേതാണ്. പക്ഷേ പണിമുടക്കുന്ന എന്നെ ജയിലിൽ പിടിച്ചിടാനുള്ള നിയമമെന്ന് ഞാൻ നാശനഷ്ടം ഉണ്ടാക്കിയാൽ ശരി, ഞാൻ അക്രമം നടത്തിയാൽ ശരി, ഞാൻ മറ്റുള്ളവരെ ചെറുത്താൽ ശരി ഒക്കെ മനസ്സിലാവും. പക്ഷെ പണിമുടക്കുക എന്ന തൊഴിലെടുക്കുന്നത് പോലെ എടുക്കാതിരിക്കാനുള്ള എൻ്റെ അവകാശത്തെ, അത് പൗരാവകാശത്തിന് മുകളിലുള്ള കടന്നുകയറ്റമല്ലേ? അടിമകാലത്ത് വില കൊടുത്ത് വാങ്ങുന്ന അടിമ ജോലി എടുത്തില്ലെങ്കിൽ ചാട്ടവാർ കൊണ്ടടിക്കും, അയാളെ മർദ്ദിക്കും, ഭക്ഷണം കൊടുക്കാതിരിക്കും, ശിക്ഷിക്കും. പക്ഷേ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് പണി എടുക്കാതിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, അയാളോട് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഈ ജോലിയോട്. സമരകാര്യത്തിൽ BMS വ്യത്യസ്ത അഭിപ്രായം തന്നെയാണുള്ളത്. അവർ ആ കൺസേൺ രേഖപ്പെടുത്താനിരിക്കുകയാണ്. ധീരമായ നിലപാടെന്നല്ലേ ഇന്നലെ പ്രസ്താവനയിൽ അവരിതിനെ സ്വാഗതം ചെയ്തത്? ധീരമായ നിലപാട് എന്നാണ്. ഇതിനകത്ത് ശ്രീ ഇബ്രാഹിം കുട്ടി, സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ എടുത്തിരുന്ന സമീപനത്തെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ കാണുന്നുണ്ടോ? അതായത് കരടുണ്ടാക്കിയത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. അതിനപ്പുറം ഈ നിയമം നടപ്പിലാക്കാനുള്ള ബാധ്യതയില്ല. നിയമത്തോട് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് സർക്കാർ പ്രകടമാക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന തൊഴിൽ നിയമങ്ങളിലെ മാറ്റം, ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ പേരിൽ കൊണ്ടുവന്ന മാറ്റം ശ്രദ്ധേയമായ പല തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവന്നാൽ നമുക്കറിയാം. സോ അതുകൊണ്ട് ഗവൺമെൻറ് ഈ ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ വേഗത്തിൽ ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കേരളത്തിലെ സർക്കാരും. അപ്പോൾ അപ്പുറത്തെ ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ പേര് പറഞ്ഞ് വ്യവസായികൾക്ക് വലിയ സഹായം നൽകുന്ന തരത്തിലുള്ള ചില ലേബർ കോഡ്സ് വരികയാണ്. എന്തുമാത്രം കേരളത്തിലെ ഗവൺമെൻറ്റിനെ അഡ്മിനിസ്ട്രേഷൻ നിങ്ങളിതിൽ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? കേരളത്തിലെ ഗവൺമെൻറ് CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെതിരാണ്, നമുക്കറിയാം. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. കാരണം ഗവൺമെൻറ് മന്ത്രി അറിയാതെ ഇതെങ്ങനെ വരും, എങ്ങനെ സംഭവിക്കും? അപ്പം മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ നിയമത്തിൽ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സുനിൽകുമാർ പറഞ്ഞ് നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം PM ശ്രീ പദ്ധതി ഇവിടെ കൊണ്ടുവന്നല്ലോ. മന്ത്രി ആരും അറിയാതെ പോയി ഡൽഹി പോയി ഒപ്പുവെച്ചു. അതിവിടെ ശക്തമായി LDFിലുള്ള ഘടകകക്ഷികൾ തന്നെ എതിർത്തപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട വന്നില്ലേ? എന്ന് പറഞ്ഞാൽ CIT ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ ശക്തമായി എതിർത്ത് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നോട്ട് പോകും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. പോകണം. ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളുടെ കൂടെ നിൽക്കേണ്ടവരല്ല. അങ്ങനെ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന എല്ലാ പണിമുടക്കുകളും എല്ലാ സമരങ്ങളിലും CIT ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അന്ന് വളരെ ആവേശത്തോടു കൂടി സമരം ചെയ്തവരല്ലേ BMS, ഇവിടെ ഉണ്ണിത്താൻ്റെ സംഘടന, INTUC ഉൾപ്പെടെയുള്ള അന്ന് ഞങ്ങളൊക്കെ സമരരംഗത്തുണ്ടായതല്ലേ. തൊഴിലാളി വിരുദ്ധ സമീപനം ഏത് ഗവൺമെൻറ് സ്വീകരിച്ചാലും തൊഴിലാളി സംഘടനകൾ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കാതെ അതിനെതിരായി ശക്തമായ നിലപാടെടുക്കണമെന്നാണ് INTUCയുടെ അഭിപ്രായം. INTUC അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് INTUCക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും എനിക്ക് ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞു ഈ കോഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ആ കോഡ് വന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, തൊഴിലാളികൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അധികാരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു. ആ കോഡിൽ കൂടി ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അനുമതി വേണമെന്ന് വന്നിരിക്കുന്നു. ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അനുമതി വേണം. അനുമതി ഇല്ലാതെ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ ഓഫീസുകളും റെക്കോർഡുകളും ഏത് സമയത്തും പരിശോധിക്കാനും ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരം സർക്കാർ കൈയടക്കി വച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം. ഈ ലേബർ കോഡിൽ കൂടി പറയുകയാണ്. കൂട്ടായ വിലപേശൽ ഇല്ലാതായിരിക്കുന്നു. ത്രികക്ഷി കൂടിയാലോചനകൾ പ്രഹസനമായിരിക്കുന്നു. സ്ത്രീ തൊഴിലാളികളുടെ ജോലി സമയം സംരക്ഷണ വ്യവസ്ഥ എടുത്തു കളഞ്ഞിരിക്കുന്നു. സ്ഥിരം തൊഴിൽ എന്ന വ്യവസ്ഥ ഒഴിവാക്കി ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് മാറ്റിയിരിക്കുന്നു. പണിമുടക്കുകൾക്കും സമരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു.
ഈ ഒരു സാഹചര്യത്തിലും പണിമുടക്ക് നടത്താൻ കഴിയും. ഉണ്ണിത്താൻ പറഞ്ഞില്ല പണിമുടക്കാന്ന്. പണിമുടക്കൽ സുനിൽകുമാർ പറഞ്ഞ പോലെ പണിമുടക്കുന്നവരും അകത്തു പോവും, പണിമുടക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അകത്തു പോവും. ജാമ്യമില്ലാതെ റിമാൻഡ് ചെയ്യും. അതാണ് ആ നിയമത്തിൽ പറയുന്നത്. പണിമുടക്കാനുള്ള തൊഴിലാളികളുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ കോടുകൂടി. അതുപോലെ കോൺട്രാക്ട് ലേബർ സിസ്റ്റം രാജ്യത്ത് വരുന്നു. പഴയ പുരാതന കാലത്തുള്ള കോൺട്രാക്ട് സിസ്റ്റത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കങ്കാണി സമ്പ്രദായത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരുന്നു. ഇതാണ് ഈ രണ്ടാമത് പറയുന്ന ലേബർ കോഡിൽ ഉണ്ടാകുന്നത്. മൂന്നാമത് പറയുന്ന ലേബർ കോഡിലാണ്. അതിനകത്ത് ക്രൂരമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഉണ്ണിത്താൻ ഇവിടെ പറഞ്ഞു ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ണിത്താനെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കൊണ്ടുവരുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം രാജ്യത്താകമാനം നടപ്പിലാക്കാനുള്ളതാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിയമം ഉണ്ടാക്കാനോ ഇളവ് കൊടുക്കാനോ ചേഞ്ചസ് വരുത്താനോ കഴിയാത്തതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയുള്ള വിയോജിപ്പിന്റെ സാധ്യത, എതിർപ്പിന്റെ സാധ്യത, തടഞ്ഞു നിർത്തലിന്റെ സാധ്യത എന്തുമാത്രമുണ്ട്. ജോലി ചെയ്ത ആളാണ്. 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ ഇട്ടെഴുതുകൊണ്ട് പോകില്ല. 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ 8 മണിക്കൂർ, അത് 8 മണിക്കൂർ ഓവർ ടൈം കഴിഞ്ഞിട്ടും ആള് വന്നില്ലെങ്കിൽ 1 മണിക്കൂർ കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കേന്ദ്ര നിയമവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിക്കകത്തു നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്തരമൊരു പരിശോധനയ്ക്ക് ഒരു തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥനെയും കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത്തരമൊരു ഉറച്ച നിലപാടിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഈ രംഗത്ത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, മന്ത്രി അറിഞ്ഞില്ല, കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള IAS ഉദ്യോഗസ്ഥന്മാർക്ക് ദില്ലിയിലെ ഉന്നതന്മാരായിട്ടുള്ള സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് വിളിച്ചൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ബന്ധപ്പെട്ട ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ച് തൊഴിൽ മന്ത്രി തന്നെ പറഞ്ഞല്ലോ, കൂടിയാലോചിച്ചിട്ടാണ് അത്തരം ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ചയിൽ പങ്കെടുത്താലും അതിൻ്റെ വിവരങ്ങൾ സംസ്ഥാനത്ത് അറിയിക്കുക എന്ന ഉത്തരവാദിത്വമാണ് IAS ഉദ്യോഗസ്ഥർക്കുള്ളത്. അത് വരുമ്പോൾ തന്നെ തൊഴിൽ മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധികളെ വിളിച്ചു. CITUം INTUCയും BMSും AITUCയും HMSും STU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ പ്രതികളെ വിളിക്കുകയും അവിടെ നമ്മളുടെ അഭിപ്രായം മുഖവിലക്കെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് വളരെ കൃത്യമായ ഉറപ്പ് കേരളത്തിന്റെ തൊഴിൽ മന്ത്രി ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായിട്ടുള്ള തൊഴിൽ മന്ത്രി ഉണ്ണികൃഷ്ണൻ ഇതിനകത്ത് താങ്കൾ തന്നെ പറഞ്ഞു BMSനും വിയോജിപ്പുള്ള ഏരിയകളുണ്ട്. നിങ്ങൾക്ക് കുറവാണ്, മറ്റുള്ളവർക്ക് കൂടുതലാണ് വിയോജിപ്പുള്ള ഏരിയകൾ. പക്ഷെ ആ ഏരിയകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രൊട്ടസ്റ്റെങ്കിൽ പ്രൊട്ടസ്റ്റ്, വിയോജിപ്പിന്റെ പ്രകടനവേദികളെല്ലാം അവിടെ BMS ഉണ്ടാകുമെന്ന് പറയാമോ? അജിം സാർ, തീർച്ചയായിട്ടും ഞാനതിൽ എൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ എബ്രഹാം കുട്ടി അതുപോലെ സുനിൽ ഒരിക്കലും ഞാൻ അവരെ വില കുറച്ച് കാണുകയോ അവർ പഠിച്ചില്ല എന്ന് പറയുകയോ അങ്ങനെയൊന്നും ചരിക്കരുത്. കാരണം ഞാനൊരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോട് എപ്പോഴും എനിക്ക് ബഹുമാനമാണ്. പക്ഷെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, രാജ്യത്ത് എല്ലാ തൊഴിലാളിക്കും മിനിമം വേജ് ലഭ്യമാകാൻ പോകുന്നു. ഇന്നലെ വരെ ബോണസ് കിട്ടാതിരുന്ന കരാർ തൊഴിലാളിക്ക് ബോണസ് കിട്ടാൻ പോകുന്നു. അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന അവസ്ഥയൊക്കെ മാറാൻ പോവുകയാണ്. അപ്പോൾ തൊഴിലാളിക്ക് വളരെയേറെ ഗുണം കിട്ടുന്ന പല വ്യവസ്ഥകളും ഇതിലുണ്ട്. പക്ഷേ പോരായ്മകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അവർ പരാമർശിക്കുമെന്ന് പറഞ്ഞു, ഞാൻ അവർ പറഞ്ഞു കേട്ടില്ലെങ്കിലും ഞാൻ പറയാം. ഉദാഹരണം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കേന്ദ്ര ലേബർ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ മാത്രമേ നിയമങ്ങൾ റൂളിങ് വരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് നേരത്തെ ശ്രീ ഇബ്രാഹിംകുട്ടി പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇവിടെ ഒരു ദിവസം പണി മുടക്കിയാൽ 8 ദിവസത്തെ ജോലി ശമ്പളം പോകും. ഇപ്പോഴത്തെ നിയമമാണ്. അദ്ദേഹം പരാമർശിച്ചതെല്ലാം ഇന്ന് നിലനിൽക്കുന്ന നിയമമാണ്. ഒരു നിയമവും പുതുതല്ല. അപ്പോൾ ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ച് ഇനി വരുന്ന ദിവസം ഏതാണ്ട് 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആശങ്കകൾ ഗവൺമെൻറ്റുമായി പങ്കുവെക്കാനും ആ പ്രതിസന്ധികൾ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണ്, സർക്കാർ സന്നദ്ധമാണ്. ആ സാധ്യത പ്രയോജനപ്പെടുത്താവുന്നതാണ്. പക്ഷേ കൊണ്ടുവരുന്ന നിയമങ്ങളെ വലിയ തോതിൽ വിയോജിപ്പോടെ തന്നെയാണ് ബഹുഭൂരിപക്ഷം സംഘടനകളും കാണുന്നതെന്ന പ്രശ്നം അവിടെ ഉണ്ട്. അതിനാൽ സർക്കാർ എന്തുമാത്രം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കും ഈ വിയോജിപ്പോൾ കേൾക്കാൻ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഞാനൊന്ന് അവസാനിപ്പിക്കാം. താങ്ക് യു ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ ഇബ്രാഹിം കുട്ടി, ഒപ്പം സുനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ നിലപാട് പങ്കുവച്ചതിന്